ലഹരി ഉപയോഗവും പ്രതിരോധവും പ്രധാന ചർച്ചാ വിഷയമാക്കി പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം. താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും കുറവ് അനുഭവപ്പെട്ടു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിൽ പരദൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ.പി.എം. സക്കറിയ, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ എന്നിവർ മാത്രമാണ് ജനപ്രതിനിധികളായി ഉണ്ടായത്. നമ്മുടെ സംസ്ഥാനത്തിലെ മയക്കുമരുന്ന് വ്യാപനം പടർന്നിരിക്കുന്നത്. ഏതായാലും പല ഭാഗങ്ങളിലും കാര്യക്ഷമമായ രീതിയിലുള്ള റെയ്ഡുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് കുറവുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ സാമൂഹ്യ പ്രവർത്തകരെയും മറ്റ് ആളുകളെയൊക്കെ നിരാശപ്പെടുത്തുന്നത് ഇതിന്റെ നിയമത്തിലെ ഒരു അഭാവം ഇവിടെ പറയാതിരിക്കാൻ നിർവാഹമല്ല. കാരണം ഒരു കഞ്ചാവുമായി ബന്ധപ്പെട്ട് ജനസമൂഹം ഒരാളെ പോലീസിനോ എക്സൈസിനോ പിടിച്ചു കൊടുത്താൽ അദ്ദേഹത്തിന്റെ അടുത്ത് 990 ഗ്രാം കഞ്ചാവ് ഉള്ളൂ എങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തെ അദ്ദേഹത്തിന് വിടാമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. അങ്ങനല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി ഈ കക്ഷിയെ പിടിച്ച് ഇവരുടെ അടുത്ത് കൊടുത്ത് ഏൽപ്പിക്കുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തുന്നതിനോടൊപ്പം തന്നെ ഈ പ്രതിയും എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുന്നു. ഉദ്യോഗസ്ഥരുടെ എണ്ണവും കുറവായി. സമൂഹത്തിൽ വ്യാപിക്കുന്ന ലഹരി ഉപയോഗവും ഇതിനെതിരെയുള്ള പ്രതിരോധവുമാണ് പ്രധാനമായി ചർച്ച ചെയ്തത്. കഴിഞ്ഞ മാസം ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളുടെ വിവരങ്ങൾ എക്സൈസ് ഉദ്യോഗസ്ഥർ യോഗത്തെ അറിയിച്ചു. നിലവിൽ നമ്മൾ ഈ പ്രവർത്തനപരിധിയിലിപ്പോൾ 4 പേര് റിമാൻഡിലാണ്. 4 കേസ്, 2 അബ്കാരി കേസ്. പിന്നെ ഈ കഴിഞ്ഞ മാസം നമ്മൾ വിവിധ സ്ഥലങ്ങളിലായിരുന്നു മൊത്തം 66 റെയ്ഡുകൾ കണ്ടിട്ടുണ്ട്. വിഷയത്തിൽ നിയമവ്യവസ്ഥകളിൽ മാറ്റം വരണമെന്ന് പരദൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ.പി.എം. സക്കറിയ പറഞ്ഞു. ലഹരി ഉപയോഗത്തിന് തടയിടാൻ പട്ടാമ്പി എക്സൈസ് ഓഫീസിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന ആവശ്യം താലൂക്ക് സമിതിയുടെ തീരുമാനമായി നൽകണമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ പറഞ്ഞു. ജൽജീവൻ മിഷൻ, റോഡ് റീസ്റ്റോറേഷൻ തുടങ്ങി വിവിധ വിഷയങ്ങളെക്കുറിച്ചും ചർച്ച നടന്നു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. NCV ന്യൂസ്, തൃത്താല. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.